ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ദിവസങ്ങളിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ. ബസ് പോവാ അല്ലേ? ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ ഉണ്ണി? ഇവിടെ ബസ് വരുന്നുണ്ടോ? നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയാം. കിട്ടുമോന്ന് അറിയില്ല. ഞങ്ങളുടെ ഫ്രണ്ടില്ലേ ജെനിഫർ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയണ്ടാവും. ജെനിഫറിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും നന്നായി മീൻ പിടിക്കാൻ അറിയാമെന്ന് ഇതിനു മുന്നേ ജെനിഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചൊന്ന് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഇനി കണ്ടുപിടിച്ചിട്ട് വേണം. ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഇവിടുന്ന് പിടിക്കാൻ കിട്ടുകയാണെങ്കിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നോക്കാം, ഇന്ന് കിട്ടുമോ എന്നൊന്നും അറിയില്ല. കിട്ടിയാൽ ഞങ്ങൾ കാണിക്കുന്നതാണ്, കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ അല്ലേ ഉണ്ണി, മീൻ പിടിക്കാൻ അറിയോ ഉണ്ണിക്ക്? ഓക്കേ. ഉണ്ണിക്ക് അറിയാന്നാ പറയുന്നത്. അപ്പോൾ പോയി നോക്കാം. ഈ ഹോട്ടലിൻ്റെ മുന്നിൽ ചെറിയ ബ്ലോസ് ഒക്കെ ഉണ്ട്, കണ്ട? ചെറിയ മരങ്ങളാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. നമുക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ നല്ല തണുപ്പും എല്ലാം ഉണ്ടാവും. അവരിതുവരെ എത്തിയിട്ടില്ല, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ചെയറുകളുണ്ട് ഇവിടെ, നമുക്ക് റിലാക്സായി ഇരുന്ന് സംസാരിക്കാം. പിന്നെ ഈ വെള്ളമൊക്കെ കണ്ട് അല്ലെങ്കിൽ മീനൊക്കെ പിടിച്ച് ഇവിടെ സുഖമായി ഇരിക്കാം. അവിടെ രണ്ടുപേരും മീൻ പിടിക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം ഓക്കെയാണ്, പോയി നോക്കാം. കണ്ട വലിയ ബിൽഡിങ്ങുകളൊക്കെ ആണ്. നമുക്കിനി ആ സൈഡിലേക്ക് പോവാം. പക്ഷെ നമ്മൾ താഴത്തേക്ക് നോക്കിയാൽ ആ വെള്ളമൊക്കെ ഒരു തരം കളറാണേ, അഴുക്ക് പിടിച്ച കളർ പോലെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കളറാണ്. ഫെറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയോണ്ടിരിക്കുന്നുണ്ട്. ഫെറിയുടെ മേലെ കയറി യാത്ര ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഈ പാലത്തിൻ്റെ താഴെ കണ്ടോ, ആ പാലത്തിൻ്റെ താഴെ ഫുള്ള് കക്കയാണ്. ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ പായലാന്നാണ് വിചാരിച്ചത്. പ്രജേട്ടൻ കക്കയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ കക്കയോ അത് പായലാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് ഫുള്ള് കക്കയാണ് കേട്ടോ. ഈ ഭാഗം മാത്രമല്ല, ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഉണ്ട്. ആ പോകുന്ന വണ്ടി കണ്ടില്ലേ, അതാണ് ഹാർബർ ഹോപ്പർ. നമ്മളെ കരയിലൂടെയും വെള്ളത്തിലൂടെയും പോകുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഒരു ദിവസം ഇതിൽ യാത്ര ചെയ്യണം, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സമ്മറിൽ നമുക്ക് എന്തായാലും അതിൽ കയറണം. എന്തായാലും മീൻ പിടിക്കുന്ന സ്ഥലം ഇത് തന്നെയാണെന്ന് മനസ്സിലായി. രണ്ടുപേരും അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിതുവരെ എത്തിയിട്ടില്ല, അപ്പം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അടുത്ത മാസം
ഒരു റേസ് നടക്കുന്നുണ്ട്, നമുക്ക് വരണം. ഷിപ്പ് ഉണ്ട്, വലിയൊരു ഷിപ്പ് നിൽക്കുന്നുണ്ട്. ബോട്ട്. നമ്മുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ള 2 പേർക്ക് ഇതുവരെ മീൻ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നോക്കാം, സമ്മറിലാണ് അധികം മീനുകൾ വരിക എന്നാണ് പറഞ്ഞത്. അതെ ഞങ്ങൾ പറഞ്ഞത്. ഇത് സിറ്റാഡൽ ഹില്ലൊക്കെ കയറത്രേ. ജെനിഫറിന്റെ അച്ഛനും അമ്മയും വരുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് ചൂണ്ടയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഏതാ? Very good. So you can take this, right? Yeah, this is a good size. I haven't seen one this big. Oh, okay. Nice. Yes, so if you guys want to take it, go right ahead. Oh, നിങ്ങൾക്ക് വേണോ? ഒരു വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. We're just going to release it, so you want to release yeah. it? Okay. What's the size? That should be okay. Yeah, it's a good size. Yeah, allow. Okay. Oh, you need that thing, right? അങ്ങനെ ഞങ്ങൾ തകൃതിയായി മീൻ പിടിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഞങ്ങളുടെ അടുത്തുള്ളവർക്ക് മീൻ കിട്ടിയത്. അവർ കുറേ നേരമായി നിൽക്കുന്നു, എന്നിട്ടിപ്പോൾ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. പോളൻ എന്നാണ് പേര് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല ഇതുവരെ. So this is like your first fish, right? This year, yeah. Nice. If you're looking at freshwater fish, there is a fish called, they call it pickerel here. I'm from Manitoba, so we use pickerel is very good. But it's so if you can find a spot to fish them, മീനോടെ ഹൈ. as much as you like, they're very invasive fish. They're taking out the stud population. But we'll find it in പെടക്കേണ്ട മീൻ. ഇത് പക്ഷെ കണ്ട അയില പോലല്ലേ? ഇല്ല ഇത് അയിലല്ല. ഇവിടുത്തെ അയിലയ്ക്ക് ഒരു ഇതുണ്ട്, പുള്ളികളുണ്ട്. ഇത് വേണോ? ഇവിടെ കാര്യമായിട്ട് മീൻപിടുത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ആകാംക്ഷഭരിതരായി ചുറ്റും നോക്കി നിൽക്കുകയാണ്. അവനത് മനസ്സിലായി. മിഴിയും എഡ്രിയനും അവിടെ ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഏരിയ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ആ ഏരിയയിൽ നമുക്ക് കിട്ടിയില്ല. ഇത് അവരാണ് നമുക്ക് തന്നത്. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ കോസ്കോയ്ക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കുറേ ആയി കോസ്കോയ്ക്ക് വന്നിട്ട്. അപ്പോൾ കോസ്കോ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാം. കോസ്കോ വന്നാൽ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനൊക്കെ തോന്നും. പക്ഷെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം. അതാണ് നമ്മൾക്ക് അത്യാവശ്യമായി വേണ്ടത്. സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാനൊരു പംകിൻ സീഡൊക്കെ എടുത്തു. നമ്മുടെ ക്യാഷ്നട്ട് വരുന്നു. ക്യാഷ്നട്ട് എടുത്തു. ഞാൻ സ്ഥിരം വാങ്ങും ഡേറ്റ്സ് ആണ്. ഇത് നമുക്കൊരു 2 പാക്കറ്റ് വാങ്ങാം. നമ്മൾ സൺഫ്ലവർ സീഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇട്ടാൽ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു കോഫി കിട്ടി, സ്റ്റാർബക്സിന്. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ്.
നമുക്ക് പറ്റില്ല, പിന്നെ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെടികളുടെ ഭാഗത്തേക്ക് ഒന്ന് പോയതാണ്. പലതരത്തിലുള്ള ചെടികൾ ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഇരിക്കുന്നത് കാണാം കേട്ടോ. ഇതിനൊക്കെ $20 വരുന്നത് ഒരു ചട്ടിക്ക്. കുഴപ്പമില്ല. ഞാനത് വാൾമാർട്ടിലും നമ്മുടെ അറ്റ്ലാന്റിക്കിലൊക്കെ ഇതിലും വിലയിലാണ് കണ്ടത്. അങ്ങനെ ഓരോ സൈഡും പലതരത്തിലുള്ള പൂക്കൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പെറ്റൂണിയയുടെ യെല്ലോ. എനിക്ക് പെറ്റൂണിയ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലാണെങ്കിലും എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വയലറ്റ് പെറ്റൂണിയയുടെ പലതരത്തിലുള്ള പെറ്റൂണിയുണ്ട്. ഇനിയും കുറേ ഉണ്ട്. ഓരോ സൈഡ് മൊത്തമായിട്ട് അങ്ങനെ വെച്ചിരിക്കണം. ഒരു ഗ്രീൻ ടീ വാങ്ങാമെന്ന് വിചാരിക്കുന്നു. ആണ് ഒരു ചിപ്സ് കിട്ടിയില്ലേ? അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പലതരം മാങ്ങ. ഇതിന് $20 മെക്സിക്കോ. ഇതിന് 16. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാംഗോ എടുത്തു. ഇവിടെ ഫ്രീസർ റൂമാണ്. സാലഡ് എടുക്കാം. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ക്യൂ ആയിരുന്നു. ഞങ്ങൾ ഐസ്ക്രീമും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് വെയിറ്റിംഗ് ആണ്. കഴിച്ചോ നീ? അങ്ങനെ ചിക്കനും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് വേറൊരു ദിവസമാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ജെനിഫറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ, ചെറി ബ്ലോസമൊക്കെ 3 ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് അവിടെ നിന്നതാണ് കുറച്ച് നേരം. നമ്മൾ അവരുടെ വീട്ടിലെത്താറായി. കാണുന്നതാണ് ഫ്ലാറ്റ്. ഞാൻ അവിടെ ചൈനീസ് ബ്ലോസം കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് പോയി. അമ്മയുടെ ഫുഡ് ഒരു രക്ഷയില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ഇതാ ചിക്കൻ സ്റ്റൂ ഒക്കെ റെഡി ആയിരുന്നു. അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ആൻറ്റിയുടെ അപ്പവും ചിക്കൻ സ്റ്റൂവും കഴിക്കാൻ പോവാണ്. മിഴി നല്ല കളിയിലാണ്, എഡ്രിയനും മിഴിയും കൂടി. അവരിനി ഇവിടെ ബോംബിട്ടാലും അറിയാൻ പോണില്ല. അപ്പം മാത്രമല്ല, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. എന്തൊക്കെ കഴിക്കാന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. ഇവർ വരുന്നതിന് മുൻപ് തന്നെ ജെനിഫറും ബോറിസും പറഞ്ഞിരുന്നു ആൻറ്റി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, എല്ലാ ഫുഡും ഉണ്ടാക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതും ഇവിടെ നിന്ന് നല്ല കേരള ഫുഡ് കിട്ടിയാലോ. ഞാനും പ്രജേട്ടനും നന്നായി ആസ്വദിച്ച് കഴിച്ചു. സമയമുണ്ടല്ലോ.
ആ ഇത് കുഴപ്പമില്ലല്ലേ ഇവിടെ നിന്ന് പൈസ എടുക്കാം എവിടെ നിന്ന് വേണേലും എടുക്കാം. ഒരു മുട്ട എടുത്തേ. ആ ഇത് മതി സാലഡ്, അച്ചാർ, ആ ഞാൻ എടുക്കാം പപ്പടം പപ്പടം വേണ്ട എനിക്ക് വേണ്ട ആത്ര കഴിക്കും ഇല്ല കഴിക്കില്ല പപ്പടം. പപ്പട കോമ്പിനേഷൻ നല്ലതാണ്. ബിരിയാണി കഴിക്കും നാടൻ ബിരിയാണി കോമ്പിനേഷൻ. ഇതാണ് ആൻറ്റിയുടെ സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ ഇതെല്ലാം കഴിച്ച് എൻ്റെയും പ്രജേട്ടൻ്റെ വയറ് ഫുള്ളായിരുന്നു. മിഴിയും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക് നടക്കാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.